എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ഓടി നടന്ന് കളിക്കുമായിരുന്നു. അവിടെ ചെറിയൊരു പുഴയുണ്ട്. പുഴ എന്ന് പറയാൻ ഒരു വലിയ തോടാണ്. കച്ചേരിപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എന്നെക്കുറിച്ച്, എൻ്റെ കവിതയെക്കുറിച്ച് വിമർശിച്ച പലരും വളരെയധികം പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഗ്രാമത്തിൽ ഒരു വലിയ ജന്മി ഉണ്ടായിരുന്നു. ആ ജന്മിക്ക് ഒരാനയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തറവാട് വീടിൻ്റെ കിഴക്കേ ഭാഗത്താണ് ഈ ആന ഉള്ള വീട്. കേച്ചേരി പുഴ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഈ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഞാനും ഒപ്പം പോകും. കേച്ചേരി പുഴയിൽ മുങ്ങി കുളിക്കും. ആന അവിടെ കഴുകും, ഇപ്പുറത്ത് ഞാനും. അങ്ങനെ ഈ ആനയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് സിന്ദൂര ചെപ്പ് എന്നുള്ള പടം ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. അതിൻ്റെ കഥ ഒരാനയും പാപ്പാനും തമ്മിലുള്ള ബന്ധമാണ്. പേരറിയാത്തൊരു നൊമ്പരത്ത് പ്രേമമെന്ന് ആരോ വിളിച്ചു. അത് ജീവിതത്തിനോട് അങ്ങോട്ട് അടുത്ത് ചെന്ന് മുട്ടുമ്പോഴാണ് അത് പറ്റി ഹിറ്റാവുന്നത്. ഹിന്ദിയിലൊരു പാട്ടുണ്ട്, ഒരു പ്രേമഗാനം. അല്ലയോ മനോഹരിയായ എൻ്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ കണ്ണുകൾ എനിക്ക് നൽകിയ ലഹരി ഇതാ ഞാൻ എൻ്റെ വാക്കിലൂടെ തിരിച്ചു തരുന്നു. ഒരു കവിതയാണ്. ഞാൻ കേട്ട് പുളകം കൊണ്ട് പോയിട്ടുണ്ട്. സാഹിർ എന്ന് പറഞ്ഞ കവിയാണ് എഴുതിയിട്ടുള്ളത്. സാഹിർ ലുധിയാൻവി. ലുധിയാനയിൽ ജനിച്ചിട്ടുള്ള ആണ് സാഹിർ ലുധിയാൻവി. അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്റെ കണ്ണിലൂടെ എനിക്ക് തന്ന എല്ലാ ലഹരിയും ഇതാ ഞാൻ എൻ്റെ വാക്കിലൂടെ നിനക്ക് തിരിച്ചു തരുന്നു. വാക്കുകളിലൂടെ തിരിച്ചു തരുന്നു. അവർ കവിയായിരുന്നു കൊണ്ടുള്ള ഇതുണ്ടല്ലോ. സാഹിറിൻ്റെ ആ രചന എന്നെ വല്ലാതെ വികസിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രേമഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രേമം ഏറ്റവും മധുരമുള്ളൊരു വിഷയവുമാണ്. മനുഷ്യന്മാരെ ഏറ്റവും അധികം ഏത് കാലത്തും മധുരിപ്പിച്ചിട്ടുള്ളതാണ് പ്രേമം. അതിനാണെങ്കിൽ വലിയ സ്ഥാനം സിനിമയിലുണ്ട് പ്രേമത്തിന്. പ്രേമത്തിൻ്റെ ഗാനമില്ലാതെ, പ്രേമമില്ലാതെ ഒരു സിനിമയില്ലല്ലോ. ഇല്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇത് വേറെ വന്നിട്ടില്ല. ഭാസ്കരനെ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ എനിക്കിഷ്ടപ്പെടുന്നത് ആളെ രണ്ടാമതും വന്ന് കണ്ടിട്ടില്ല. എൻ്റെ അനുഭവത്തിലില്ല. മലയാള സിനിമയുടെ വാതപ്പോതനം പറ്റിയിട്ടുള്ളത് അവർക്ക് വ്യാകരണം അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു കള്ളൻ മുന്നാലെ ഓടുന്ന ഷോട്ട് എടുത്തു, അതിന് പിന്നാലെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരനെ ഓടുന്നതായിട്ട് എടുത്തു, ഇവിടെ വെച്ചിട്ടെടുത്തു, വേറെ സ്ഥലത്ത് വെച്ച് എടുത്തു. രണ്ടും കൂട്ടി പൊട്ടിക്കുമ്പോൾ എന്തുണ്ടാവും? ഈ കള്ളൻ തിരിഞ്ഞോടുന്നു എന്ന് തോന്നും സിനിമ കാണുമ്പോൾ. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടെടുത്തു, പിന്നെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടെടുത്താൽ അത് വീണ്ടും തിരിഞ്ഞവർ ഓടുകയാണെന്ന് തോന്നും. ഇങ്ങനെയുള്ള ചില മറ്റേ ചതിക്കുഴികൾ സിനിമയിലുണ്ട്. ട്യൂണിട്ടിട്ട് പാട്ടെഴുതുന്ന ഒരു കാലം വന്നു. ആ കാലത്ത് പാട്ടെഴുതാൻ വന്നത് ഒരാൾ ട്യൂണിട്ട് കൊണ്ടുവന്നു. മാൻകിടാവേവാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എഴുതി. പ്രേമമാണ്. ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. എന്നെ വിഭഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. മലയാളം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത അതിൻ്റെ ഒരു സംവിധായകൻ ആ മാൻകിടാവേ എന്നുള്ള വാക്കൊന്ന് മാറ്റണം. ഞാൻ മാറ്റില്ല. മാൻകിടാവേ എന്ന് പറഞ്ഞത് എന്ത് പറയുമ്പോൾ ഒരു 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 പുരുഷന് ആ സ്ത്രീയോട് ഇത് കാണിക്കുന്ന അതിൻ്റെ ലാവണ്യവും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ
മനസ്സ് കുളിർപ്പിക്കുന്ന വേറൊരു വാക്ക് എടുത്ത് ഉപയോഗിക്കാനില്ല. അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീണ്ട കണ്ണുകളും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ആ എഴുത്ത് നോക്കുമ്പോൾ വളരെ ആപ്റ്റാണ് അത്. മാങ്കിടാവേ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഇഷ്ടമെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് എഴുതിച്ചോ, ഞാൻ എഴുതില്ല, ഞാൻ മാറ്റില്ല അത്. ഞാൻ പോകുന്നു. പിന്നെ ആ പാട്ടെന്നെ റെക്കോർഡ് ചെയ്തു, ആ പാട്ടെന്നെ വന്നു എന്ന് പറഞ്ഞു. മാൻകിടാവേവാ, അതിൻ്റെ ട്യൂണും ആ ട്യൂണിനനുസരിച്ച് വാക്കും കൂടി വന്നു. അങ്ങനെ എന്നെ വേദനിപ്പിച്ച ചില രംഗങ്ങളുണ്ട്. മലയാളം അറിയഞ്ഞൂടാത്തതാണ്. ചില സംവിധായകന്മാരിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എണ്ണത്തിൽ ചുരുങ്ങിപ്പോയത്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പലരും പാട്ടെഴുതാൻ വരും, ഞാൻ എൻ്റെ റെമ്യൂണറേഷൻ പറയുമ്പോൾ ചിലർ പിന്നാടക്കം പോകും. കാരണം കാശൊന്നും ഇല്ലാതെ കാശ് കടം വാങ്ങിച്ചിട്ട് ഭാര്യയുടെ പണ്ടം പണയം വെച്ചിട്ടൊക്കെ സിനിമയ്ക്ക് വരുന്നവരാണ് വളരെ കൂടുതൽ. അങ്ങനെ ഉണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട് എന്ന് ഞാൻ പറയുന്നു മാത്രം. പക്ഷേ അതല്ലാത്തവരുണ്ട്. പക്ഷെ ഇതൊരു ബിസിനസ്സാക്കിയിട്ട് കൊണ്ടുനടന്നവരുണ്ട്. ആ ബിസിനസ്സാക്കി കൊണ്ടുനടന്നിട്ടുള്ളവരോടാണെങ്കിൽ ഞാൻ പിന്നെയും സഹകരിക്കാം. അതല്ലാതെ ഈ കലയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ഈ സിനിമ എന്ന കല, അതിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടെഴുതുന്നു. അത് പറയുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷേ എനിക്ക് വലിയൊരു കുടുംബം ഇതേട്ടായി. ഞാനൊരു അഡ്വക്കേറ്റായിരുന്നു. അഡ്വക്കേറ്റിൻ്റെ പണിയെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് കയറിയത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് എൻ്റെ ഗാനങ്ങളാണെങ്കിലോ വളരെയധികം വിലമതിക്കപ്പെടുന്നതുമാണ്, കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്തിന് എൻ്റെ റെമ്യൂണറേഷൻ കുറയ്ക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ നിന്നതുകൊണ്ട് ഞാൻ 1962 ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതി. 63 ആ പടം പുറത്തു വന്നത്. ഇന്ന് വരെയായിട്ട് ഞാൻ 100-300 പടങ്ങൾക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 3000 പാട്ടുകൾ എഴുതിയിട്ടുള്ള ആൾക്കാർ ഞാൻ വന്നതിന് ശേഷം വന്നിട്ടുള്ളവരുണ്ട് ഇവിടെ. ഒരു ഇന്ത്യയിൽ മുഴുവൻ നാഷണൽ അവാർഡ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പല ഭാഷയിൽ നിന്നും വരും. അത്രയും ഭാഷകളുടെ ചിത്രങ്ങൾ ഇറങ്ങുന്നു. ഈ മലയാളത്തിൽ മാത്രമുള്ളത് നിന്ന് ഏതാണ് ഏറ്റവും നല്ല പാട്ട് എന്ന് തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇയാളെ എന്തിനു കൊള്ളാം എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ഇവർ വോട്ടടക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് അലിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ യൂസുഫ് അലിക്ക് കൊടുത്തു, മറ്റേ ഇയാൾ നമ്പൂരിക്ക് കൊടുക്കണം എന്നൊക്കെ വെച്ചിട്ടുള്ളത് ചെയ്യുന്നതാണത് എന്നുള്ളത് വേണ്ടിയിട്ട് ഒരു ബാഹ്യ രൂപം മാത്രമാണത്. അല്ലാതെ രണ്ടെണ്ണം ഒരു മലയാളത്തിൽ ഏതാ നല്ല പാട്ടെന്നുള്ളത് അറിയാൻ ഇയാൾക്ക് അറിയില്ലേ? പിന്നെ എന്തിനാ ഇയാളെ ജഡ്ജിക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെ ചോദ്യം. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ തീരെ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ വരും, എന്നാ വരട്ടെ എന്നുള്ള മാതിരി ആയിരിക്കുക. അങ്ങനെ ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഒരിക്കൽ ജഡ്ജിയായിട്ട് തന്നെ വിളിച്ചു നാഷണൽ അവാർഡിലേക്ക്. അത് കേൾക്കേണ്ടതാ. അതൊക്കെ അത് കിട്ടിയാലും അവിടുന്ന് പായാത്തവരില്ല. ഞാനില്ലെന്ന് പറഞ്ഞു. കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. നമ്മളിങ്ങനെ തോപ്പനായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് പറയുന്നതും ശരിയല്ല. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സംസ്കൃതത്തിൽ എഴുതിയ ഗാനത്തിന്. അങ്ങനെ അപൂർവമായിട്ട് ചിലപ്പോൾ അവർ സത്യങ്ങൾ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു.
അത് പറ്റില്ല. ഇന്നാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റാൾക്ക് ഈ ഗാനരചനയുടെ കാര്യത്തിൽ ഇങ്ങനെ യൂസ് എനിക്ക് കൊടുത്തേ പറ്റുമെന്ന്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പം എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ഒരു കവിക്കും അർഹിക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു കവിക്കും കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഒരു എഴുത്തുകാരനും കിട്ടിയിട്ടില്ല. എം ടി വാസുദേവൻ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവൻ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. യോ ഇതൊന്നും പോരല്ലോ. അത് ജീവിതത്തിൻ്റെ എന്താ പറയുക, ഊണഴിക്കാതിരിക്കുന്നവനോട് ഊണഴിക്കണമെന്ന് ചോദിച്ച മാതിരിയുള്ളൂ. ഞാൻ അതിൻ്റെയൊക്കെ മരവിപ്പ് വന്നു കഴിഞ്ഞു. എനിക്ക് 80 വയസ്സായില്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആ വഴിക്ക് ചിന്തിക്കുന്നേ ഇല്ല, ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പുതിയ ജനറേഷനുമായിട്ട് പഴയ ജനറേഷനുമായിട്ടും ഞാൻ വ്യത്യാസമൊന്നും ചെയ്തിട്ടില്ല. അത് പുതിയ ആൾക്കാരോട് പറയേണ്ടത് തന്നെ പഴയ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടാവും. ഈ ബന്ധം നിശ്ചയിക്കുന്നത് ഈ വരുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിയാണ്. അപ്പോൾ അത് രണ്ട് ശബ്ദത്തിൽ വരാൻ വഴിയില്ല.